ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിവാഹമായതുകൊണ്ട് തന്നെ ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം എടുത്തു വെച്ച് നോക്കുകയാണ് നിത്യയും സുജാതയും ജ്യോതിയും ഒക്കെ. അരികിൽ ശരവണനുമുണ്ട്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നിത്യയുടെ ഫോൺ അടിച്ചത്. അവരോട് പറഞ്ഞിട്ട് നിത്യ ഫോൺ എടുക്കാനായി പോകുന്നു. വിളിക്കുന്നത് ജീവനാണ്. ഞാൻ വഴിയിൽ വെച്ച് കല്യാണിയെയും ആദ്യം കണ്ടിരുന്നു. അവർ വല്ലാത്ത വിഷമത്തിലാണെന്ന് ജീവൻ പറയുന്നു. എന്ത് പറ്റിയെന്ന് നിത്യ ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, മനുവിന്റെ അച്ഛനും അമ്മയും ആദ്യം കൊണ്ടുപോകുന്ന കാര്യം അവന്റെ മുന്നിൽ വെച്ചല്ലേ പറഞ്ഞത്. അവനത് സഹിക്കാൻ കഴിയുന്നില്ല. കല്യാണിയുടെ കാര്യവും അങ്ങനെ തന്നെ. നമ്മൾ പിരിയേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കരച്ചിലിന്റെ വക്കത്തായിരുന്നു. അവരെന്നോടും ചോദിച്ചു എന്ന് നിത്യ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, ഞാൻ മോന് വാക്ക് കൊടുത്തു, നിങ്ങൾ തമ്മിൽ പിരിയേണ്ടി വരില്ലെന്ന്. ആദ്യം മോൻ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാകണം. അവന്റെ അമ്മ താനാണ്. അവന് നീ അത് മാറ്റി ചിന്തിക്കാനൊന്നും കഴിയില്ലെന്നേ. അല്ല, പക്ഷെ ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷനോടെ നിത്യ സംസാരിക്കുമ്പോൾ ജീവൻ പറയുന്നു, എടോ താൻ്റെ ടെൻഷൻ അതങ്ങ് വിട്ടേക്കേ. എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സിലൊരു തീരുമാനമുണ്ട്. ഇനി തൻ്റെ ജീവിതത്തിൽ വേദനയുള്ള ഒരു കാര്യവും സംഭവിക്കില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് ഒരുക്കമാണ്. ഇരിക്കേട്ടെ. നിത്യ ഒന്നും മിണ്ടുന്നില്ല. ഹലോ, താൻ കേൾക്കുന്നില്ലേ എന്ന് ജീവൻ ചോദിക്കുന്നു. വീട്ടിൽ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കടങ്ങൾ ഒരുപാടുണ്ടെന്ന്. എത്രയോ വർഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഞാൻ ഇല്ലാണ്ടാക്കിയടോ. തൻ്റെ എത്ര സന്തോഷ നിമിഷങ്ങൾ ഞാൻ തല്ലിക്കെടുത്തി. അതിന് പകരം എൻ്റെ ജീവൻ വരെ തരാൻ ഞാൻ തയ്യാറാണ്. താനൊരു കാര്യം ചെയ്യ്, ആദിമോനോട് സംസാരിക്കും. അവനോട് പറയ് ആദിമോനെ ഒരിക്കലും വിട്ടു പോകില്ലെന്ന്. ഇത് ആദിമോനും തനിക്കും ഞാൻ തരുന്ന വാക്കാണ് എന്ന് ജീവൻ പറയുന്നു. ഇപ്പോൾ നിത്യയുടെ അരികിലേക്ക് സുജാത വരുന്നുണ്ട്. സുജാത വന്നതുകൊണ്ട് തന്നെ ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് നിത്യ. ആരാണെന്ന് സുജാത ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, സ്കൂളിലെ ടീച്ചറാണ്. 3-4 ദിവസമായിട്ട് ലീവല്ലേ, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചതാ. എന്നാലും നിത്യയുടെ മുഖത്തെ ആ ഒരു പരിഭ്രമം അത് സുജാത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുജാത നിത്യയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് എന്താ അമ്മയെന്ന് നിത്യ ചോദിക്കുന്നു. ടീച്ചറോട് ജ്യോതിയുടെ കല്യാണക്കാര്യം കൊണ്ടാണെന്ന് തിരിച്ചു വിളിക്കുന്ന സുജാത പറയുന്നുണ്ട്. വേണ്ട, നമ്മൾ പ്രത്യേകിച്ച് ആരോടും പറയുന്നില്ലല്ലോ. പിന്നെന്തിനാ എന്ന് നിത്യ. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നോട് നീ ഒരു കള്ളവും പറയില്ലെന്ന്. ആ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ നിനക്കെന്നോട് ചോദിക്കാം, ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാനുള്ള പ്രാപ്തി എനിക്ക് ആയില്ലേ എന്ന്. എന്തിനാണ് അമ്മ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്ന്. നീ നീങ്ങുന്നത് ഒരു നല്ല വഴിക്കാണെങ്കിൽ അമ്മ അത് സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതല്ലല്ലോ. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 1 അല്ല 100 അല്ല 1000 വട്ടം ചിന്തിക്കണം. ഇനിയൊരു തെറ്റ് പറ്റിപ്പോയാൽ, നിനക്കൊരു വീഴ്ച സംഭവിച്ചാൽ നിന്നേക്കാൾ മുന്നേ ചിലപ്പോൾ എനിക്കതിൽ പേടിയില്ല. അത് നിനക്ക് വേണ്ടിയായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് സുജാത അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രഘു ഹരിയെ അന്വേഷിച്ച് ഹരിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് ഹരി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്താ അങ്കിളെ എന്ന് ചോദിച്ച് ഹരി എവിടേക്ക് വരുമ്പോൾ, എന്താടോ താൻ തിരക്കിലല്ലോ അല്ലേ, നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്ന് രഘു. എങ്ങോട്ടെന്ന് ഹരി ചോദിക്കുന്നു. എടോ, തന്നെ അപായപ്പെടുത്താനല്ല പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, വാ നമുക്കൊന്ന് നടന്നിട്ട് വരാം എന്ന് രഘു. വേണ്ടങ്കിൾ എന്ന് ഹരി. പുറത്തു പോകുന്നത് താങ്കൾ എന്നോട് കാര്യമായിട്ട് എന്തോ സംസാരിക്കാനുള്ളത് കൊണ്ടാണ്. ആ ഒരു സംസാരം ഒരിടത്തും എത്തില്ല. പിന്നെ എന്തിനാ വെറുതെ എന്ന് ഹരി. താൻ കൊള്ളാലോ. സത്യം പറഞ്ഞാൽ തന്നെ മുന്നേയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തിരുന്നു. എന്തും നേരിടാനുള്ള ഒരു ധൈര്യം, നല്ല ഉറച്ച ഒരു മനസ്സ് എല്ലാം ഉണ്ടായിരുന്നു തനിക്ക്. ഒറ്റയടിക്ക് അതൊക്കെ എവിടെയോ പോയി. എന്താ ഹരി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കും. ഇവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് ജീവൻ അവിടേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തോന്നിയാൽ അത് പറഞ്ഞു തീർന്നില്ലെങ്കിൽ ശരിയാകില്ല എന്ന് രഘു പറയുമ്പോൾ ഹരി പറയുന്നു, എങ്കിൽ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അങ്ങനെ ഹരി ഡ്രസ്സ് മാറ്റാനായി പോകുന്നു. ജീവൻ ഇങ്ങനെ സംശയത്തോടെ നോക്കുകയാണ്, ഇനി എന്തായിരിക്കും അവർ സംസാരിക്കുന്നത് എന്ന്. അങ്ങനെ ഹരി ഡ്രസ്സ് മാറ്റിയിട്ട് വരുന്നു. വണ്ടി എടുക്കണോ എന്ന് ഹരി ചോദിക്കുമ്പോൾ, വേണ്ടടോ, നമുക്കൊറ്റ നടത്തവങ്ങ് നടക്കാം, അതല്ലേ നല്ലത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ നടന്നു തന്നെയാണ് പോകുന്നത്. ഈ സമയം നിത്യ അല്പം മാറിയിരിക്കുകയായിരുന്നു. സുജാത അവിടേക്ക് വരുന്നുണ്ട്. നിത്യ അങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നത് സുജാത കാണുന്നു. നീ എന്താ ഇവിടെ വന്ന് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് നിത്യയും. ജ്യോതിയുടെ വിവാഹം നടക്കുന്നതിൽ നിനക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് സുജാത ചോദിക്കുമ്പോൾ, ഇല്ല എന്ന് നിത്യ പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയല്ലല്ലോ നിന്റെ പെരുമാറ്റം. ഒരു കാര്യത്തിലും ഒരു ഉത്സാഹവും ഇല്ല. എല്ലാ കാര്യത്തിലും ഒഴിഞ്ഞു മാറുന്നതുപോലെ ഒരു സംസാരം. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, ആദിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതെനിക്ക് മനസ്സിലാകും മോളെ. പക്ഷേ അത് മാത്രമാണോ, വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ നിന്റെ മനസ്സിൽ? അതൊന്ന് തുറന്ന് പറയണമെന്ന് തോന്നുന്നില്ലേ? അമ്മയോട് പറഞ്ഞൂടെ എന്ന് സുജാത. ഞാൻ വഴക്ക് പറയും, കുറച്ചു നേരം മിണ്ടാതിരിക്കും. അതൊന്നും ദേഷ്യം കൊണ്ടല്ല മോളെ, എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ അളവ് കൊണ്ടാണ്. ദൈവങ്ങളോട് സത്യങ്ങൾ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മ ഇങ്ങനെ നിന്റെ മുന്നിൽ വന്ന് നിന്ന് നീറുന്നതും എൻ്റെ മോൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ്. മുമ്പ് നീ ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ ബാക്കി അമ്മയ്ക്ക് പറയാനുണ്ടായിരിക്കും.
എന്തിനു നീ ഒരു സ്വപ്നം കണ്ടാൽ പോലും അതിന്റെ അർത്ഥം അമ്മ അങ്ങോട്ട് പറഞ്ഞു തരും. പക്ഷേ ചെറിയൊരകലം അമ്മയിൽ നിന്ന് മോൾ ഉണ്ടാക്കിയപ്പോൾ അതൊന്നും അമ്മയ്ക്ക് മനസ്സിലാകാതെ പോവുകയാണ്. അമ്മ അകത്തേക്ക് ചെല്ല്, നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കണ്ടാൽ എന്ന് നിത്യ പറയുമ്പോൾ ആർക്ക് എന്ത് കുഴപ്പമെന്ന് സുജാത. അല്ല അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനിടയിൽ എപ്പോഴെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടോ മോൾക്ക് എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, എന്താ അമ്മയെ വെറുക്കണമെങ്കിൽ പിന്നെ ഞാൻ ചത്ത് കളയില്ലേ? എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് നേരായിട്ടൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം കൂടി കുഴഞ്ഞ് ഇങ്ങനെ ചെറിയൊരു വല്ലാത്തൊരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഇപ്പോൾ കരയുകയാണ് നിത്യ. മോൾക്ക് ഇതെല്ലാം ഭഗവാൻ മാറ്റിത്തരും, അമ്മ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മുഖം മൂടി ഇട്ടവരാരും ഒരുപാട് കാലം പിടിച്ചു നിന്നിട്ടില്ല, അത് അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. അത് എത്രയും പെട്ടെന്നാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് എന്നും സുജാത പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രഘുവും ഹരിയും കൂടി ഇങ്ങനെ റോഡിൽ കൂടി നടന്നു പോവുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ സമയമായി. അതിനിടയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിന് താനൊന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. താനൊന്ന് മനസ്സ് തുറക്കടോ, എന്താണ് പ്രശ്നം? വീണയുടെ കാര്യമാണോ? സ്വത്തിനെ കുറിച്ച് അവൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണോ വിഷയം? ഇത് കേട്ട് ഹരി പറയുന്നു, അതൊരിക്കലും എന്നെ ബാധിക്കില്ല വീണ, ഇത് എന്നും ഇന്നലെയും ചോദിച്ചു തുടങ്ങിയതല്ലോ. അവകാശങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ ആട്ടി പുറത്താക്കും. അമ്മാവന്റെ കയ്യിൽ പണമുണ്ട്. അമ്മാവനെ സംബന്ധിച്ച് അത് അമ്മാവൻ എനിക്കും കല്യാണിക്കും വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടില്ല, ഇനിയൊന്നും ആഗ്രഹിക്കാനും പോകുന്നില്ല. വീണ എനിക്കൊരു പ്രശ്നമാകുന്നത് അവൾ കല്യാണിയോട് കരുതിക്കൂട്ടി അടുക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അതൊരു അമ്മയുടെ സ്നേഹമായിരുന്നെങ്കിൽ ഞാനത് അനുവദിച്ചു കൊടുത്തേനെ. അതൊരു കുഞ്ഞിന്റെ അവകാശമല്ലേ? പക്ഷെ വീണയെ സംബന്ധിച്ച് അവരുടെ മുന്നിലുള്ളവരെല്ലാം അവളുടെ ഒരു ടൂള് മാത്രമാണ്, നേട്ടത്തിനുള്ള ടൂള് മാത്രം. പണത്തിനോടൊന്നല്ലാതെ വേറെ ഒന്നിനോടും ആരോടും അവൾക്കൊരു സ്നേഹവുമില്ല. രഘു പറയുന്നു, ഓക്കെ, എന്നാൽ പിന്നെ അത് അമ്മാവന്റെ തീരുമാനത്തിന് വിട്ടോളൂ. ഏതായാലും നമ്മൾ സംസാരിക്കാൻ വന്നതല്ലേ, ഞാൻ ചില കാര്യങ്ങളും കൂടി പറയാം. എനിക്കും നിത്യയ്ക്കും ഇടയിലുണ്ടായ സ്നേഹബന്ധം, ഇപ്പോൾ ജീവന് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ നാടകം, അതിനൊക്കെ ഒരു അവസാനമാകേണ്ട സമയമായെന്ന് ഹരി. നമുക്ക് സ്വപ്നങ്ങൾ ഒരുപാടുണ്ടാകും, പക്ഷേ നമ്മളെ മുന്നിലുള്ള യാഥാർത്ഥ്യം അത് വളരെ ക്രൂരമായിരിക്കും. ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അത് സ്വീകരിക്കേണ്ടി വരും. ആൻറ്റി ഇപ്പോഴും വിചാരിക്കുന്നത് ജീവനിൽ നിന്നും നിത്യയെ പിരിക്കാം, എന്നെയും നിത്യയും ഒരുമിപ്പിക്കാം എന്നാണ്. പക്ഷെ അതൊരിക്കലും നടക്കില്ല. അസാധ്യമായത് ഒന്നുമില്ലെന്ന് ചെറുപ്പത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, നെപ്പോളിയൻ പറഞ്ഞതാണ്. പക്ഷെ അസാധ്യമായ ചിലതുണ്ട്, ചില കൂടിക്കാഴ്ചകൾ. എന്റെയും നിത്യയുടെയും കാര്യങ്ങൾ അതാണ്. നിയമപരമായി ജീവന്റെ ഭാര്യയാണ് നിത്യ. അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ സുജാതാന്റി പേടിക്കുന്നുണ്ട്. പക്ഷെ അങ്കിളൊരു പട്ടാളക്കാരനല്ലേ? അങ്കിളൊരു സംരക്ഷകനായി അവർക്കിടയിൽ നിന്നാൽ മതി. അവരൊന്നിച്ച് ജീവിച്ചോളും, അതെനിക്ക് ഉറപ്പാണ്. എല്ലാം അറിഞ്ഞിട്ടും തനിക്കിത് പറയാൻ കഴിയുന്നുണ്ടല്ലോ. നിത്യയുടെ തെറ്റിദ്ധാരണയാണതല്ല എന്ന് രഘു പറയുമ്പോൾ ഹരി പറയുന്നു, അങ്കിൾ നിത്യയുടെ മുന്നിൽ ജീവൻ നല്ലവനാണ്. നമ്മൾ കാണുന്ന പല കുടുംബ ബന്ധങ്ങളും അങ്ങനെയാണ്. ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ വേറൊരാളാണ്. നാട്ടുകാരുടെ ഇടയിലോ ജോലിസ്ഥലത്തോ കാണിക്കുന്നത് ഒരിക്കലും അയാളുടെ ഭാര്യയുടെ മുന്നിൽ കാണിക്കണമെന്നില്ല. നാട്ടുകാരുടെ മുന്നിൽ കുഴപ്പക്കാരനാണെന്ന് പറയുന്ന ആള് അയാളുടെ ഭാര്യയ്ക്ക് മുന്നിൽ പെർഫെക്റ്റ് ഹസ്ബൻഡ് ആയിരിക്കും. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ അങ്ങ് വിട്ടേക്ക് അങ്കിളെ. നിത്യജീവൻ നല്ലവനാണെന്ന് പറയുന്ന ഓരോ നിമിഷവും എൻ്റെ മനസ്സിലെ നിത്യ ഓരോ ചുവട് വെച്ച് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിൽ വേദനയുണ്ട്, പക്ഷേ ഞാനത് സഹിച്ചല്ലേ പറ്റൂ. എൻ്റെ ജീവിതം മൊത്തത്തിലൊരു വിട്ടുകൊടുക്കലാണ്. അമ്മാവന് വേണ്ടി, വീണയ്ക്ക് വേണ്ടി, എൻ്റെ മോൾക്ക് വേണ്ടി. അതങ്ങനെ അങ്ങ് പോകട്ടെ, ഞാൻ ചാകുന്നത് വരെ. നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ളത് തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അങ്കിളെ. പറഞ്ഞാൽ അങ്കിൾ നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ വാവിട്ട് കരഞ്ഞു പോകും. അത്രയ്ക്ക് കുത്തിക്കൊള്ളുന്നുണ്ട് നെഞ്ചിൽ എന്ന് പറഞ്ഞ് ഹരി നടന്നു പോകുന്നുണ്ട് തിരിച്ച്. ഇതെല്ലാം കേട്ട് രഘു വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് രഘുവും സുജാതയും സംസാരിക്കുകയാണ്. ഹരിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹരി വല്ലാത്ത അസ്വസ്ഥതയിലാണ്. അയാൾ എല്ലാത്തിൽ നിന്നും പിന്മാറി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സുജാത പറയുന്നു, അതിന് കാരണം നിത്യയാണ്. രഘുവേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളോട് പറയാത്ത കാര്യങ്ങൾ പോലും നിത്യ ഹരിയോട് പറയും. ജീവൻ അവളുടെ മുന്നിൽ നല്ലവനായി കഴിയുന്ന ഒരു കാര്യങ്ങളും അവൾ ഹരിയുടെ മുന്നിൽ വിശദീകരിക്കും. ഇതിലിപ്പോൾ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് രഘു പറയുമ്പോൾ സുജാത പറയുന്നു, നിത്യയെ തന്നെ. അവൾക്ക് നമ്മളെ ആരെയും ഇപ്പോൾ വിശ്വാസമില്ലല്ലോ. ജീവൻ പറയുന്നതും ജീവൻ കാണിക്കുന്നതുമൊക്കെ അല്ലേ അവൾക്ക് കാര്യം. സുജാത ഇത് പറയുന്നത് വളരെ സങ്കടത്തോടെ തന്നെയാണ്. സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ തന്നെയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.